നാലാമത്തെ അധ്യായം കഴിഞ്ഞു. ഇന്നുള്ള അഞ്ചാമത്തെ അധ്യായമാണ് കർമ്മസന്യാസയോഗം. അടുത്ത അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോ കഴിഞ്ഞ അധ്യായത്തില് എന്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞ? കർമാനുഷ്ഠാനം, കർമ്മയോഗം എന്ന് പറഞ്ഞാൽ യോഗാഭ്യാസത്തോടു കൂടിയ കർമാനുഷ്ഠാനം ചിത്തശുദ്ധിക്ക് വഴിതെളിക്കും, അല്ലെ? മനസ്സിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യും, അങ്ങനെ ജ്ഞാനത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞു. ആ ജ്ഞാനമാണെങ്കിലോ ആ ജ്ഞാനം ആന്തരമായ കർമ്മസന്യാസത്തിലേക്ക് നയിക്കും എന്നാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കർമ്മയോഗം കർമ്മവിമുക്തിക്ക് കാരണമാകും എന്നാണ്. അല്ലെങ്കിൽ കർമ്മയോഗം സന്യാസത്തിലേക്ക് വഴി നയിക്കും, കർമ്മയോഗത്തിലൂടെ സന്യാസത്തിലേക്ക് എത്താം എന്നാണ് സൂചിപ്പിച്ചത്. അപ്പൊ ഇത് പറഞ്ഞപ്പോ അർജുനന് ഈ കാര്യം എന്താണ് പരസ്പര വിരുദ്ധമായിട്ടാണ് തോന്നുന്നത് അർജുനന്. കാരണം ഒരു ഭാഗത്ത് കർമ്മയോഗം ചെയ്യണം എന്ന് പറയുന്നു, കർമ്മയോഗം. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ കർമ്മ വിമുക്തിക്ക് കാരണമാകും, കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാനും കാരണമാകും എന്ന് പറയും. അപ്പൊ ഇത് അർജുനന് മനസ്സിലായില്ല. അപ്പൊ കർമ്മയോഗം കൊണ്ട് എങ്ങനെയാണ് കർമ്മസന്യാസം സാധിക്കുക? അപ്പൊ ഈ സംശയം തീർക്കാനായിട്ട് അഞ്ചാമത്തെ അധ്യായത്തിലാണ് സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞതുണ്ട്. എന്താണ് ഈ സന്യാസം? അപ്പൊ എന്തായാലും അർജുനന്റെ സംശയം ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ശ്ലോകം അതാണ്. അർജുന ഉവാച. ചൊല്ലിക്കോ. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യത് ശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ഒന്നാമത്തെ ശ്ലോകത്തിൽ അതാ പറഞ്ഞ അർജുന ഉവാച. അർജുനൻ പറഞ്ഞു, അർജുനൻ ചോദിച്ചു, എന്താണ്? സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യത് ശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അപ്പൊ അർജുനന് സംശയമാണ്, അർജുനന് കൺഫ്യൂഷനായി, അല്ല? ഏത് ചെയ്യണം എന്നുള്ള കാര്യം കൺഫ്യൂഷനായി. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനോട് ചോദിക്കണം, അല്ലയോ കൃഷ്ണ, അപ്പൊ കർമ്മത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിമുക്തനാകണം എന്ന് പറയുന്നു, അല്ലെ? കർമ്മത്തിൽ നിന്ന് പുറത്തു കടക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം കർമ്മയോഗം അനുഷ്ഠിക്കണം എന്നും അങ്ങ് പറയുന്നുണ്ട്. കർമ്മത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുകയും വേണം, അതോടൊപ്പം കർമ്മയോഗം അനുഷ്ഠിക്കണം എന്നും അങ്ങ് പറയും. അപ്പൊ എനിക്കിത് മനസ്സിലാവണില്ല. അപ്പൊ ഈ രണ്ട് മോക്ഷമാർഗം, ഈ രണ്ടില് ഏതാണ്? കർമ്മയോഗം അനുഷ്ഠിക്കുക, കർമ്മ വിമുക്തി നേടുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളില് മോക്ഷമാർഗം തെളിഞ്ഞു കിട്ടാൻ കഴിവുള്ളത് ഏത് മാർഗമാണ് എന്ന് ചോദിക്കണം. ആ ഒന്നിനെ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരൂ. ഞാൻ കർമ്മയോഗമാണ് അനുഷ്ഠിക്കേണ്ടത്, അതല്ലോ കർമ്മങ്ങളൊക്കെ വിട്ടുകളയലാണോ വേണ്ടത്? ഇതെനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരൂ എന്ന് പറയണം. അർജുൻ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉടനീളം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അർജുനോട് ഭഗവാനോട് ചോദിക്കുകയാണ്, എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് കാര്യങ്ങൾ ഏതാണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് ചെയ്താലാണ് എനിക്ക് മോക്ഷത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക? അതാണ് ചോദിക്കുന്നത്. അപ്പൊ സന്യാസം, യോഗം, രണ്ട് മാർഗങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ് അർജുനൻ ഈ സംശയം വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് വ്യക്തമായിട്ട് അർജുനന് മനസ്സിലായിട്ടില്ല. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ രണ്ട് വാക്കുകളിലെയും അർത്ഥം പൂർണ്ണമായിട്ട് അർജുനനും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് പറയും. അപ്പൊ അതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കാം, അതിന്റെ പ്രായോഗിക വശം എന്താണ്, അത് അർജുനന് വ്യക്തമായിട്ടില്ല. അതുകൊണ്ടാണ് അർജുനൻ ഈ ചോദ്യം ചോദിച്ചത്. ഈ കർമ്മയോഗം എന്ന് പറയുന്നത് ഇനി പറയേണ്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അത് ഒരാള് ബോധപൂർവം അനുഷ്ഠിക്കേണ്ട ഒരു സാധനയാണ് കർമ്മയോഗം എന്നാണ് പറയുന്നത്. കർമ്മയോഗം നമ്മൾ ബോധപൂർവം അനുഷ്ഠിക്കേണ്ടതാണ് കർമ്മയോഗം. ഇനി അങ്ങനെ ബോധപൂർവം കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ട് വന്നു ചേരേണ്ട ഒരു അനുഭവം, ഒരവസ്ഥയാണ് സന്യാസം എന്ന്. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹാപ്പനിങ്. യഥാർത്ഥത്തിൽ സന്യസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കുകൾ പരിമിതമായതുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സന്യസിക്കാൻ പറ്റില്ല.
കാരണം ഇവിടെ പറയുന്നത് എന്താണ്? സന്യാസം സംഭവിക്കുകയാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് സംഭവിക്കുക? കർമ്മയോഗം സ്വാഭാവികമായിട്ട് കർമ്മയോഗം ബോധപൂർവം അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ട് വരുന്നൊരവസ്ഥയാണ് സന്യാസം, ഒരു അനുഭവമാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്ക് പുറമേയുള്ള എന്താ പറയാ കർമ്മങ്ങളെ ത്യജിക്കല്, ബലം പ്രയോഗിച്ച് കർമ്മങ്ങളെ ചെയ്യാതിരിക്കല്, അതുപോലെ പുറമേക്ക് സന്യാസിയുടെ വേഷം കെട്ടല്, പുറമേയുള്ള ലക്ഷണങ്ങൾ, പുറമേയുള്ള ചിഹ്നങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം സന്യാസമാവില്ല എന്നാണ് ഭഗവാൻ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ സന്യാസമാവില്ല. അപ്പൊ ഈ സന്യാസ അവസ്ഥ സ്വാഭാവികമായിട്ട് വന്നു ചേരണം എന്നാണ്. അപ്പൊ സന്യാസാവസ്ഥ സ്വാഭാവികമായിട്ട് വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് തീരുമാനിക്കാം ഈ ലൗകിക കർമ്മരംഗത്ത് തന്നെ നിൽക്കണോ അതോ ഇതെല്ലാം വിട്ടുപോകണോ എന്ന് അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കുക എന്നാണ് പറയുന്നത്. കാരണം ആ സന്യാസം ഉള്ളില് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തി ഈ കർമ്മം ചെയ്തുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചാലും അദ്ദേഹത്തിന് ഒരു ദോഷവും വരില്ല. അതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒന്നും ചെയ്യാതിരുന്നാലും അദ്ദേഹത്തിന് ഒരു ദോഷവും വരില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ സന്യാസം ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയും അതിലേക്ക് എത്താനായിട്ട് കർമ്മം ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭഗവാന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അർജുനനെ സംബന്ധിച്ച് ഈ കർമ്മരംഗത്ത് നിൽക്കുന്നതാണ് കുറെ കൂടി നല്ലത് എന്ന് പറയാം. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ആ സന്യാസം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തല്. അപ്പൊ ഇതിനെക്കുറിച്ച് ഭഗവാൻ നേരത്തെ പല രാജർഷിമാരുടെ അനുഭവങ്ങളൊക്കെ, ജീവിതങ്ങളൊക്കെ അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലെ, ജനകന്റെ അനുഭവം, ജീവിതം പറഞ്ഞു കൊടുത്തു. കൃഷ്ണൻ തന്റെ അനുഭവം തന്നെ പറഞ്ഞു കൊടുത്തു അർജുനന്. അപ്പൊ ഇതാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ അത് സംഭവിക്കേണ്ടതാണ് എന്നാണ്. അല്ലാണ്ട് പുറമേക്ക് നമ്മള് രൂപം മാറിയതുകൊണ്ടോ വേഷം മാറിയതുകൊണ്ടോ ആവില്ല. അത് തെറ്റാണെന്നല്ല പറയുന്നു. ഉള്ളിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പുറമേക്ക് അങ്ങനെ വേഷം കെട്ടിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോ ഇനി ഭഗവാൻ മറുപടി പറയണം. അപ്പൊ ഈ സന്യാസത്തിന്റെയും കർമ്മയോഗത്തിന്റെയും രഹസ്യം, നേരത്തെ പറഞ്ഞ രഹസ്യം, അർജുനന്റെ ഈ സംശയത്തിന് മറുപടിയായിട്ട് ഭഗവാൻ രണ്ടാമത്തെ ശ്ലോകത്തില് ഭഗവാൻ മറുപടി പറയുന്നുണ്ട്. രണ്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളൂ. ബേബി ചേച്ചി വന്നല്ലോ, അൺമ്യൂട്ട് ചെയ്തോളൂ. അഞ്ചാമത്തെ ശ്ലോകം, അഞ്ചാമത്തെ അധ്യായം, രണ്ടാമത്തെ ശ്ലോകം. ശബ്ദമില്ല. ശബ്ദം കുറവാണല്ലോ, വളരെ കുറവാണ്. ജയ് ഗുരുദേവ്. കുറവാണോ? മൈക്ക് അടുപ്പിച്ചു വെക്കൂ. ജയ് ഗുരുദേവ്. ഓക്കെ. ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മ സന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. രണ്ടാമത്തെ ചോദ്യം ഭഗവാൻ മറുപടി പറയാൻ തുടങ്ങണം. അർജുനന്റെ സംശയത്തിന് ഭഗവാൻ മറുപടി പറയാൻ തുടങ്ങണം. സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസ കർമ്മയോഗോ വിശിഷ്യതേ എന്ന് പറയാം. ഇപ്പോ ആരാണ് സന്യാസാശ്രമം സ്വീകരിക്കേണ്ടത്? ആരാണ് സ്വീകരിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടതടവില്ലാതെ നിരന്തരമായിട്ട് ആത്മവിചാരം ചെയ്യാൻ പാകത വന്ന ആൾക്ക് ഈ ലോകകർമ്മങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് സന്യാസാശ്രമം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് മോക്ഷമാർഗത്തിലേക്ക് വഴിതെളിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം മോക്ഷത്തിലേക്ക് വഴി തെളിക്കും. അതേപോലെ അത് ആത്മവിചാരം ചെയ്യാൻ പാകത വന്ന ആൾക്ക് കർമ്മങ്ങളെല്ലാം ഉപയോഗിച്ച് സന്യാസം സ്വീകരിക്കാം, കുഴപ്പമില്ല. അത് അദ്ദേഹത്തിനെ മോക്ഷത്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആത്മവിചാരം ചെയ്യാൻ പാകത വരാത്ത ആളുകളെ സംബന്ധിച്ച്, അല്ലെ, സാധാരണക്കാരായ ആളെ സംബന്ധിച്ച് എന്ത് വേണം? കർമ്മയോഗം അനുഷ്ഠിക്കണം. അപ്പൊ അങ്ങനെ ആത്മവിചാരത്തിന് പാകത വരാത്ത ആൾക്ക് കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് കൊണ്ടും മോക്ഷത്തിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഭഗവാനോട് പറയുന്നത്. കേട്ടോ? മനസ്സിലായോ? അപ്പൊ ആരും ചാടിക്കേറി ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എവിടെയും പോണ്ട കാര്യമില്ല, പോയിട്ട് കാര്യമില്ല. കാരണം നേരത്തെ പറഞ്ഞ സന്യാസം
ഉള്ളിൽ സംഭവിക്കേണ്ടതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല. അത് ആ സമയത്ത് അറിയാൻ പറ്റും എന്താ വേണ്ടതെന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും മോക്ഷമാർഗത്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഈ രണ്ട് മാർഗങ്ങളിൽ വെച്ച് ലോകകർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ വിശിഷ്ടമായത് കർമ്മയോഗമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മം ചെയ്തുകൊണ്ട് അതിലേക്ക് എത്തുക, അതാണ് വളരെ വളരെ ശ്രേഷ്ഠമായത് എന്നാണ് ഭഗവാൻ ഇവിടെ അതാണ് കർമ്മയോഗോ വിശിഷ്യത എന്ന് പറയുന്നത്. അല്ലെ? അപ്പൊ ആത്മവിചാരം ചെയ്യാൻ കഴിവില്ലാത്ത ഒരാൾക്ക് സന്യാസം സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് എവിടെയും എത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ശ്രേയസ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനും അത് ആപത്താണ്, സമൂഹത്തിനും അത് ആപത്താണ്. അതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലെ? ആത്മവിചാരം ചെയ്യാൻ യോഗ്യത ഉള്ളവർക്ക് അല്ലെങ്കിൽ കഴിവുള്ളവർക്കാണ് സന്യാസം പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്തവർ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്കും ദോഷമാണ്, സമൂഹത്തിനും ദോഷമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ സന്യാസമാണ്? പാകത വന്ന ആളുടെ സന്യാസത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ പാകത വന്നു കഴിഞ്ഞാൽ, ആത്മവിചാരം ചെയ്യാൻ പാകത വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ലോകരംഗത്ത് നിന്ന് അദ്ദേഹം പിൻവലിയും. അതാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ ആത്മവിചാരത്തിന് പാകത വന്ന ആള് അങ്ങനെ പിന്മാറിയാലും ആത്മവിചാരം കൊണ്ട് അദ്ദേഹത്തിന് കർമ്മത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം നേടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ആത്മവിചാരം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൂടെ കർമ്മവിമുക്തി അദ്ദേഹത്തിന് സാധിക്കും. അതിന് ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് അതിന് കഴിവില്ലാത്ത ആള്, ആത്മവിചാരം നിരന്തരമായ ആത്മവിചാരം ചെയ്യാൻ കഴിവില്ലാത്ത ആള്, അദ്ദേഹം കർമ്മയോഗം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹം യോഗം അഭ്യസിക്കണം എന്ന് പറയും. യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമനില. അല്ലെ? തന്റെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ മനസ്സിനെ സമനില, അതാണ് യോഗം, യോഗാഭ്യാസം. അപ്പൊ ആ യോഗാഭ്യാസത്തിലുള്ള കഴിവ് കൊണ്ട് ക്രമത്തിൽ അദ്ദേഹം ആന്തരമായ കർമ്മസന്യാസം നേടും. അതിലൂടെ അദ്ദേഹം ബ്രഹ്മാനുഭവത്തിന് യോഗ്യത നേടുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ബ്രഹ്മാനുഭവം ഉണ്ടാവുന്നതാണ്. ഇപ്പൊ രണ്ടുപേർക്കും അത് സാധിക്കും. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ കർമ്മയോഗിയാണെങ്കിലും അദ്ദേഹം സാധന അനുഷ്ഠിക്കുന്ന ആ സന്ദർഭത്തിലും അതിനുശേഷം അദ്ദേഹത്തിന് സിദ്ധി വന്ന ശേഷവും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നേടാൻ സാധിച്ച ശേഷവും കർമ്മം കൊണ്ട് അദ്ദേഹം കർമ്മം തുടരുകയാണെങ്കിൽ ആ കർമ്മം കൊണ്ട് ലോകസംഗ്രഹം സാധ്യമാവുന്നു എന്നാണ് പറയുന്നത്. കാരണം ലോകത്തിന്റെ ക്ഷേമം അവിടെ നിലനിർത്തുന്നുണ്ട്. ലോകത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ജ്ഞാനിയായി തീർന്നു, അദ്ദേഹത്തിന് മോക്ഷം സാധിച്ചു. പക്ഷെ എന്നാലും കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ലോക നന്മയ്ക്കായിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ കർമ്മസന്യാസത്തെ അപേക്ഷിച്ച് കർമ്മയോഗത്തിന്റെ ശ്രേഷ്ഠത അതാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? കേട്ടോ? കർമ്മയോഗത്തിന്റെ ശ്രേഷ്ഠതയാണ്. കാരണം അദ്ദേഹം കർമ്മയോഗത്തിലൂടെ അല്ലെ, കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ യോഗം അഭ്യസിക്കുന്നു, മനസ്സിന്റെ സമനില നിലനിർത്തുന്നു. അത് സാധനാഘട്ടത്തില്. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന് ആ പൂർണ്ണത നേടാൻ സാധിച്ചു, സിദ്ധി കൈവന്നു. എന്നാലും കർമ്മം തുടരുന്നുണ്ട്. അപ്പൊ എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാണ് കർമ്മയോഗത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനിയെ സംബന്ധിച്ച് ഇപ്പൊ പലരും പറയാറുണ്ട്, ജ്ഞാനിയെ സംബന്ധിച്ച് എല്ലാം ഒന്നാണല്ലോ, ഈ ലോകം ഇല്ലാത്തതാണല്ലോ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ശരിയാണ്, അത് സത്യമാണ് അല്ലെ? അതേപോലെ ലോകസംഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനിക്ക് ലോകമില്ലാത്തതാണ് യഥാർത്ഥത്തിൽ. അത് ശരിയാണ്, ജ്ഞാനിക്ക് ലോകമില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ ലൗകിക തലത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ലോകമുള്ളതാണ് അവരെ സംബന്ധിച്ച് അല്ലെ? അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച് ലോകമുള്ളതാണ്. അപ്പോ ഈ ലോക നന്മ എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിച്ചാണ്? ഈ ലൗകികരായ ആളുകളെ ഉദ്ദേശിച്ചാണ്. അല്ലാണ്ട് ആ ജ്ഞാനത്തിലേക്ക് എത്തിയ ആൾക്ക് പിന്നെ നന്മയും തിന്മയും ഒന്നുമില്ല, ഒക്കെ ഒരേപോലെയാ. പക്ഷെ അദ്ദേഹം പിന്നെ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഈ ലൗകികരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരെ സംബന്ധിച്ച് ലോകമുണ്ട്, സത്യം പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്, മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അത് അസത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം ജ്ഞാനം ഉള്ളിൽ ഉറച്ചിട്ടില്ല. അപ്പൊ ലോകസംഗ്രഹം എന്ന് പറയുന്നത്, ലോക നന്മ എന്ന് പറയുന്നത് ലൗകികരായ ആളുകളെ ഉദ്ദേശിച്ചാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഭഗവാൻ കർമ്മയോഗമാണ് കുറച്ചും കൂടി വിശിഷ്ടമായത് എന്ന് പറയാനുള്ള കാരണം എന്താ? അർജുനന് കർമ്മയോഗത്തിലേക്ക് നയിക്കണം അർജുനന്, അല്ലെ? അപ്പൊ കർമ്മയോഗാനുഷ്ഠാനം ചെയ്യാൻ ഉള്ള പ്രേരണ കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഭഗവാൻ
കർമ്മയോഗം ശ്രേഷ്ഠമാണ് എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനന് വേറൊരു സംശയം വരാം. ഇപ്പൊ സന്യാസമാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്നല്ലേ പറയാറുള്ളത് എന്ന് ചോദിക്കണം. അതല്ലേ സിദ്ധാന്തം? ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്ന് പറയുന്നത് സന്യാസമാണ്, എല്ലാം ത്യജിക്കലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കർമ്മയോഗിക്ക് എപ്പോഴെങ്കിലും സന്യാസിയാവാൻ പറ്റുമോ എന്നാണ് അർജുനന്റെ സംശയം. അർജുനൻ ആ സന്യാസത്തിൽ കുടുങ്ങി കിടക്കുക. കാരണം ഈ യുദ്ധം ചെയ്യുക എന്ന കർമ്മത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണം. അപ്പൊ ഇവിടെ ചോദിക്കണം, സന്യാസമാണല്ലോ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം, അങ്ങനെയല്ലേ പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു കർമ്മയോഗിക്ക് എപ്പോഴെങ്കിലും സന്യാസിയാവാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതിന് മറുപടിയായിട്ട് ഭഗവാൻ പറയുന്നത്, ശരിക്കും യഥാർത്ഥത്തിൽ ഒരു സന്യാസി ആരാണ്, അതിനെക്കുറിച്ചാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ മറുപടി വരുന്നത്. 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആരാണ് സന്യാസി എന്ന് പറഞ്ഞാൽ ആരാണ്, അതിനെക്കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. 3-ാമത്തെ ശ്ലോകം ചൊല്ലി. നിത്യസന്യാസി അതല്ല, യോ നാദ്വേഷ്ടി ന കാംക്ഷതി കേൾക്കുന്നില്ലല്ലോ, കേട്ടില്ല. ഓക്കെ, അവിടെ നെറ്റ് സ്ലോ തോന്നുന്നുണ്ട് കേട്ടോ. 3-ാമത്തെ ശ്ലോകം. ജ്ഞേയ സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. അർജുനോട് പറയണം, മഹാബാഹോ, ധീരനായ അർജുന, ആരാണോ ഒന്നിനെയും ദ്വേഷിക്കാതിരിക്കുന്നത്, ഒന്നിനോടും ദ്വേഷം തോന്നാത്തത് ആർക്കാണോ, അതേപോലെ ആരാണോ ഒന്നിനെയും കാമിക്കാതിരിക്കുന്നത്, അവൻ നിത്യസന്യാസിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആരാണ് നിത്യസന്യാസി എന്ന് പറഞ്ഞു, ആരാണ് സന്യാസി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഒന്നിനോടും ദ്വേഷവുമില്ല, ഒന്നിനോടും രാഗദ്വേഷങ്ങൾ പൂർണ്ണമായും അകന്നുപോയ ആളാണ് നിത്യസന്യാസി എന്ന് പറഞ്ഞാൽ. ഒന്നിനോടും ദ്വേഷവുമില്ല, ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല, ഒന്നിനോട് രാഗവുമില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സന്യാസി എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള ആളെന്ന് പറഞ്ഞാൽ രണ്ട് ഇല്ല എന്ന് അറിയുന്ന ആളാണ്, ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്ന് മാത്രമേ ഉള്ളൂവെങ്കിൽ പിന്നെ വേറൊന്നുമായിട്ടും ബന്ധിക്കാനില്ല, ശരിയല്ലേ? അപ്പൊ രണ്ടില്ല എന്ന് അറിയുന്ന ആള് കർമ്മബന്ധത്തിൽ നിന്ന് സുഖമായിട്ട് മോചനം നേടുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആ തിരിച്ചറിവ് വരണം എന്നാണ് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ രണ്ടില്ല, അതറിയുന്ന ആള് കർമ്മബന്ധത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ സുഖകരമായിട്ട് മോചനം നേടുന്നു. സുഖം ബന്ധാത് പ്രമുച്യതേ എന്നാണ്. ബന്ധനത്തിന് കാരണമായതെന്തോ അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച ആളാണ് സന്യാസി. എന്തൊക്കെയാണോ ബന്ധനത്തിന് കാരണമാകുന്നത് അതിനെ ഉപേക്ഷിച്ച ആളാണ് സന്യാസി എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മൾ വിചാരിക്കാം നമ്മളുടെയൊക്കെ ബന്ധനത്തിന് കാരണം എന്ന് പറയുന്ന ഒരു കുടുംബം, അല്ലെങ്കിൽ ധനം, അല്ലെങ്കിൽ ശരീരം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അല്ലെ. ഇതിലൊക്കെയാണ് നമ്മൾ കുടുങ്ങിക്കിടക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുക ഇതൊക്കെയാണ് ബന്ധനത്തിന് കാരണം. എന്റെ കുടുംബം എന്നെ ബന്ധനത്തിലാക്കിയിരിക്കുന്നു, കുടുംബത്തിൽ ഞാൻ കുടുങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ എന്റെ തന്നെ ശരീരം എനിക്ക് ബന്ധനത്തിന് കാരണമാകുന്നു, അല്ലെങ്കിൽ എന്റെ സ്വത്തില് സമ്പത്തില് അത് എന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്നു, അല്ലെ, എന്റെ ജോലി എന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്നു, ഇങ്ങനെ പലതും പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ബന്ധകാരണമല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുടുംബമോ ധനമോ ശരീരം തുടങ്ങിയ വിഷയങ്ങൾ ഒന്നും ബന്ധകാരണമല്ല, അല്ലെ. അതുകൊണ്ടാണ് ഒരാള് ഞാൻ എന്റെ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ അങ്ങയുടെ ശിഷ്യനായിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോ ഗുരു ചോദിച്ചത് എന്താണ്? കുടുംബം നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ചോദിച്ചത്. നിന്റെ കുടുംബം നിന്നോട് എന്ത് തെറ്റ് ചെയ്തു കുടുംബത്തിനെ ഉപേക്ഷിക്കാൻ? അതിന്റെ ആവശ്യമില്ല. അതൊന്നുമല്ല നമ്മളെ ബന്ധിക്കുന്നത്. പിന്നെന്താണ്? നമ്മളുടെ തന്നെ മനസ്സാണ്, നമ്മളുടെ മനസ്സിലെ സങ്കല്പങ്ങൾ. ഇതിനോടൊക്കെയുള്ള കുടുംബത്തോടും ധനത്തോടും ശരീരം തുടങ്ങിയ കാര്യങ്ങളോടും നമ്മളുടെ രാഗവും ദേഷ്യവും നിറഞ്ഞ സങ്കല്പങ്ങളാണ് അതുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? അപ്പൊ നമ്മളുടെ സങ്കല്പങ്ങൾ, നമ്മളുടെ ഭാവനയിലാണ് മാറ്റം വരുത്തേണ്ടത് എന്നാണ് പറയുന്നത്. സങ്കല്പങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടിലാണ് മാറ്റം വരുത്തേണ്ടത്. അല്ലാണ്ട് അതൊന്നും നമ്മളെ പിടിച്ച് കെട്ടിയിരുന്നില്ല.
അത് നമ്മളെ പിടിച്ച് കെട്ടിയിടാൻ വന്നിട്ടൊന്നുമില്ല. നമ്മൾ അതിനെ പോയി മുറുകെ പിടിക്കുക. അവിടെയാണ് പ്രശ്നം. എന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയാം അല്ലെ. നേരത്തെ ഒരു കഥ പറഞ്ഞത് ഓർക്കുണ്ടാവൂല. ഒരു ആശ്രമത്തില് എന്താണ്, ഒരാൾ എപ്പോഴും വന്നിങ്ങനെ ഗുരുവിന്റെ അടുത്ത് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണ്, എനിക്ക് ആകെ പ്രശ്നമാണ് ജീവിതത്തില്. അങ്ങനെ കുറെ ആളുകളുടെ പ്രാരാബ്ദങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ ദിവസം വന്നാൽ തന്നെയാണ് പറയാനുള്ളത് ഇദ്ദേഹത്തിന്. അപ്പൊ ഒരു ദിവസം വന്ന് ഇതേപോലെ ഇങ്ങനെ കരയുന്ന കണ്ടപ്പോ, എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സമാധാനവും ഇല്ല, ഞാൻ ആകെ കുടുങ്ങിക്കിടക്കുകയാണ്, കുടുംബം, പ്രാരാബ്ധങ്ങള്, ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ഗുരു എന്ത് ചെയ്യുന്ന അറിയാമോ? ഗുരു ആശ്രമത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നു. അവിടെ ഒരു മുരുക്ക് നിൽക്കുന്നുണ്ട്. മുരുക്ക് പറഞ്ഞറിയില്ലേ, മുള്ളുള്ള മരം, നിറയെ മുള്ളുണ്ടാവും. അപ്പൊ ഈ ഗുരു എന്ത് ചെയ്യുന്നറിയാമോ? ആ മുരുക്ക് മരത്തിലോട്ട് കെട്ടിപ്പിടിച്ചു. ഇങ്ങനെ മുറുക്ക പിടിച്ച് പറഞ്ഞു, എനിക്ക് മുള്ളു കുത്തണു, എനിക്ക് വേദനിക്കണേ പറഞ്ഞ് നിലവിളിക്കുക ഗുരു. അപ്പൊ ശിഷ്യന് കാര്യം മനസ്സിലായില്ല. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഗുരു കൈവിട്ട് കഴിഞ്ഞാ പിന്നെ വേദനിക്കില്ലല്ലോ. അപ്പോഴും ശിഷ്യൻ വിട്ടില്ല, ഗുരു വിട്ടില്ല. ഗുരു വീണ്ടും ഒന്നുകൂടെ മുറുക്കി പിടിച്ചിട്ട് കരഞ്ഞ് നിലവിളിക്കുക, എനിക്ക് വേദനിക്കണേ എന്ന് പറഞ്ഞ നിൽക്കാം. അപ്പൊ ശിഷ്യന് ദേഷ്യം വന്നു. ശിഷ്യൻ പറഞ്ഞു, ഗുരു. അപ്പൊ കൈവിട്ടിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് നിന്റെയും അവസ്ഥ എന്ന്. മനസ്സിലായോ? അതൊന്നും, നീ പറയുന്ന കാര്യങ്ങളൊന്നും നിന്നെ പിടികൂടിയിട്ടില്ല, പക്ഷെ നീയാണ് അതിനെ കയറി ചെന്ന് പിടികൂടിയിരിക്കുന്നത്. അപ്പൊ അതാണ് മാറ്റേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊന്നും കുടുംബമോ ധനമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ബന്ധനത്തിന് കാരണമാവുന്നില്ല. പക്ഷെ അതിനോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, അതിനോട് നമ്മൾക്ക് ഒന്നുകിൽ രാഗം തോന്നും, അല്ലെങ്കിൽ ദ്വേഷമോ, ഇങ്ങനെയുള്ള സങ്കല്പങ്ങളാണ് നമ്മളെ അതുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഈ രാഗദ്വേഷങ്ങള് ഉള്ളിലുള്ള ആള്, രാഗദ്വേഷങ്ങൾ പൂർണ്ണമായും നീങ്ങിപ്പോകാത്ത ഒരാള് പുറമേക്ക് വിഷയങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാലും ഉള്ളിൽ അതുമായിട്ട് ബന്ധം ബാക്കിയുണ്ടാവും എന്നാണ് പറയുന്നത്. മനസ്സിലാവണ്ടോ? ശ്രദ്ധിച്ചു കേൾക്കണം. പുറമേക്ക് ഇപ്പൊ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ ഉള്ളിടത്തോളം കാലം അങ്ങനെയുള്ള വ്യക്തി പുറമേക്ക് എന്തുപേക്ഷിച്ചു കഴിഞ്ഞാലും അതിനോടുള്ള ബന്ധം ബാക്കി ഉണ്ടാവുന്നതാണ്. ആ സിനിമ ഓർമ്മണ്ടല്ലോ, ശ്രീനിവാസന്റെ അല്ലെ, വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ചിട്ട് സന്യസിക്കാൻ പോയി. പക്ഷെ എന്നിട്ട് വേഷമൊക്കെ മാറി. പക്ഷെ അവിടെ ചെന്നിട്ടും ആലോചിക്കുന്നത് എന്താണ്? കുടുംബത്തെ പറ്റിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഉള്ളിൽ നിന്ന് രാഗദ്വേഷങ്ങൾ മുഴുവൻ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തിക്ക് സന്യാസിയാവാൻ പറ്റില്ല എന്നാണ്. പുറമേക്ക് വേഷം മാറിയാലും സന്യാസിയാവാൻ പറ്റില്ല. നേരെ മറിച്ച് ഇതിന്റെ അടുത്ത അവസ്ഥ ആലോചിച്ച് നോക്കൂ. രാഗദ്വേഷങ്ങളൊക്കെ നീങ്ങിപ്പോയി എന്ന് വിചാരിക്കാം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ രാഗദ്വേഷങ്ങളെല്ലാം ശമിച്ചു. പക്ഷെ അങ്ങനെയുള്ള അവസ്ഥയിൽ അദ്ദേഹം പുറമെ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് അതിന്റെ ഇടയിൽ ജീവിച്ചാലും അതൊന്നും അദ്ദേഹത്തിന് ബന്ധനത്തിന് കാരണമാവില്ല എന്നാണ്. കാരണം ഉള്ളിൽ രാഗദ്വേഷങ്ങളില്ല, ഒന്നിനോടും രാഗവുമില്ല, ഒന്നിനോടും ദ്വേഷവുമില്ല. പുറമേക്ക് എല്ലാവരുമായിട്ടും ഇടപഴകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അങ്ങനെയുള്ള വ്യക്തി സന്യാസിയാണ് എന്നാണ്. പുറമേക്ക് വേഷമൊന്നും മാറിയിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും യഥാർത്ഥത്തിൽ അദ്ദേഹം സന്യാസിയാണ് എന്നാണ് പറയുന്നത്. മനസ്സുകൊണ്ട് ചെയ്യുന്നതേ ചെയ്തതാവുള്ളൂ എന്ന് യോഗവാസിഷ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ അദ്ദേഹം സന്യാസിയാണ്. കാരണം ഉള്ളുകൊണ്ട് ഒന്നിനോട് രാഗവുമില്ല, ഒന്നിനോടും ദേഷ്യവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉള്ളുകൊണ്ട് സന്യാസിയാണ്. അപ്പൊ ഈ രാഗദ്വേഷങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പലതുണ്ട് എന്നുള്ള ചിന്തയാണ് അല്ലെ. പലതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പലതാണ് എന്നുള്ള ആ ചിന്തയുടെ ഫലമാണ് രാഗദ്വേഷങ്ങൾ ഉണ്ടാവുന്നത്. ഇതാണ് അവിദ്യ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ്. അപ്പൊ എന്ത് വേണം? ഇവിടെ വിചാരം ചെയ്തുകൊണ്ട്, ആത്മവിചാരം അല്ലെങ്കിൽ സത്യം വിചാരം ചെയ്തുകൊണ്ട്, വസ്തുവിനെ വിചാരം ചെയ്തുകൊണ്ട്, ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ എന്നറിയണം, തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. അതിന് ശാസ്ത്രീയമായ രീതിയിൽ ഇത് നമ്മൾ വിചാരം ചെയ്യണം. അങ്ങനെ വിചാരം ചെയ്ത് ഇവിടെ ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, സത്യം അല്ലെങ്കിൽ വസ്തു എന്ന് പറയുന്നത് ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ, അതോടുകൂടി ആ ഒന്ന് മാത്രമേ ഉള്ളൂ ഉള്ളിൽ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് തന്നെ എല്ലാ ബന്ധനത്തിൽ നിന്നും മോചിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, വസ്തു ഒന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ വേറെ എന്തിനോടാണ് ഈ ദ്വേഷം തോന്നേണ്ടത്?
അല്ലെങ്കിൽ വേറെ എന്തിനോടാണ് രാഗം തോന്നേണ്ടത്? കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ രണ്ടില്ല. ഈ ഒന്നിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അത് ഒന്നുകിൽ അതിനോട് അത് വേണം തോന്നും, അല്ലെങ്കിൽ അതിനോട് ദേഷ്യം തോന്നും. അല്ലെ? ശരിയല്ല? ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ. നേരെ വെച്ച് സത്യം എന്താണ്? ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്തിനോട് ദേഷിക്കാനാണ്? അല്ലെ? അല്ലെങ്കിൽ എന്തിനോട് കാമിക്കാനാണ്? എന്തിനെ കാമിക്കാനാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സത്യബോധം വന്ന ആള്, അതേപോലെ രാഗദ്വേഷങ്ങളെ ശമിച്ച ആള്, അദ്ദേഹം എങ്ങനെ എവിടെ നിന്നാലും അദ്ദേഹം സന്യാസിയാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ ലോകത്ത് കർമ്മരംഗത്ത് വിഹരിച്ചാലും അദ്ദേഹം സന്യാസിയാണ്. ഇനി ഇതൊക്കെ ഉപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും അദ്ദേഹം സന്യാസിയാണ്. കാരണം അദ്ദേഹത്തിന് ആ സത്യം എന്താണെന്നുള്ള ബോധം ഉറച്ചിരിക്കണ ഉള്ളില്, രാഗദ്വേഷങ്ങളൊക്കെ ഇല്ലാതായിരിക്കുന്നു. അപ്പൊ പിന്നെ അങ്ങനെയുള്ള ആള് സന്യാസി തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ സന്യാസത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യലോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കലോ ഒന്നുമല്ല സന്യാസത്തിന്റെ ലക്ഷണം എന്നാണ് പറയുന്നത്. മനസ്സിലാവും? അപ്പൊ പുറമേക്ക് കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും ഉള്ളില് അതൊന്നും ഇല്ല, അതൊന്നും എന്താണ് ബാധിക്കാത്ത അവസ്ഥ. അതാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോ ഒരാള് കൂടുതൽ സമയവും ജ്ഞാനനിഷ്ഠയില് കഴിയണമെന്ന് വിചാരിക്കുക. ഇപ്പൊ ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിചാര രൂപത്തില്, വസ്തുവിചാര രൂപത്തില് ജ്ഞാനനിഷ്ഠയില്, അല്ലെങ്കിൽ സാഖ്യയോഗത്തില് ഒരാള് നിലനിൽക്കുകയാണോ? അതോ മനസ്സിന്റെ സമനില എന്ന് പറയുന്ന യോഗം അഭ്യസിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുക എന്ന കർമ്മയോഗത്തില് നിൽക്കുകയാണോ എന്നുള്ളതല്ല പ്രശ്നം എന്നാണ് പറയുന്നത്. രണ്ടിൽ ഏതുമാവാം. ഇതില് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർമ്മയോഗത്തിൽ വർത്തിക്കുകയാണെങ്കിലും ജ്ഞാനനിഷ്ഠയിൽ വർത്തിക്കുകയാണെങ്കിലും അദ്ദേഹത്തില് വസ്തുബോധം വളർന്ന്, സത്യം എന്താന്നുള്ള ബോധം വളർന്ന് രാഗദ്വേഷങ്ങളൊക്കെ ഇല്ലാതാവുന്നുണ്ടോ, അതൊക്കെ അടങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രധാനം എന്നാണ് പറയുന്നത്. അപ്പൊ രാഗദ്വേഷങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്, വസ്തുബോധം വളർന്ന് രാഗദ്വേഷങ്ങളൊക്കെ അടങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സന്യാസം എന്ന കർമ്മവിമുക്തി ഇത് രണ്ടുപേർക്കും കിട്ടും, ഉറപ്പാണ് എന്നാണ്. അത് കർമ്മയോഗിക്കും കിട്ടും, ജ്ഞാനയോഗിക്കും കിട്ടും, രണ്ടാൾക്കും കിട്ടും എന്നാണ് പറയുന്നത്. രണ്ടാൾക്കും അത് സാധിക്കും. അപ്പൊ അത് സംഭവിക്കുന്നില്ലെങ്കിലോ? അത് സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ രണ്ടു കൂട്ടരും ലക്ഷ്യബോധത്തിൽ എത്തില്ല എന്നാണ് പറയുന്നത്. രണ്ടു കൂട്ടർക്കും ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സാഖ്യയോഗത്തെയും കർമ്മയോഗത്തെയും വേറെ വേറെ രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നാണ് അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ സന്യാസം എന്താന്നുള്ളത്? പുറമേക്ക് വേഷം മാറിയതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം അവരെല്ലാവരും സന്യാസികളല്ല എന്നല്ല പറയുന്നത്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഉള്ളിലാണത് സംഭവിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഉള്ളില് സംഭവിക്കണം. അപ്പൊ കർമ്മയോഗത്തില്, ആ കർമ്മയോഗാനുഷ്ഠാനത്തിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്കും സന്യാസിയാവാനായിട്ട് പറ്റും തന്നെയാണ് പറയുന്നത്. അതിലൂടെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള സന്യാസം സംഭവിക്കും എന്നാണ് ഭഗവാൻ ഇതിൽ സൂചിപ്പിക്കുന്നത്. ബാക്കി നമുക്ക് നാളെ നോക്കാം. കണ്ണുകൾ അടച്ചു വയ്ക്കൂ. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തിരിക്കുക. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു. തോളുകൾ അയഞ്ഞിരിക്കട്ടെ. അവനവനിൽ തന്നെ വിശ്രമിക്കൂ. തന്നിൽ തന്നെ വിശ്രമിക്കൂ. ഓം സം ശമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ
സമാനോ മന്ത്രസമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഹൂതി സമാനാ ഹൃദയാനി വഹ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി. നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം വൃത്തിക്കിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.